നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ വീടുകളിൽ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരുണ്ടാകും. ഹൃദ്രോഗികൾ, കിഡ്നി പേഷ്യൻസ്, അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗം ബാധിച്ചവർ, മറ്റ് വിവിധ രോഗങ്ങൾക്കും സർജറികൾക്കും വിധേയരാകുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളുടെ വീടുകളിലുണ്ടാകും. അപകട മരണം സംഭവിച്ച് അവർ നമ്മുടെ വീടുകളിലുണ്ടാകും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ധനസഹായം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും CMDRF ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടി ഈ 2026 പുതിയ സർക്കാരിൻ്റെ അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. അപേക്ഷകൾ ഒട്ടും മടി കൂടാതെ എത്രയും വേഗം വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായമാണിത്. APL എന്നോ BPL എന്നോ AY എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ല. നമ്മളുടെ കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. നമുക്ക് ഇതിലേക്ക് അപേക്ഷ വെക്കാനുള്ള യോഗ്യതയുണ്ട് എന്നാണ് അർത്ഥം. ഇനി അത് മാത്രമല്ല, ഗുരുതര രോഗങ്ങൾ ബാധിച്ച അല്ലെങ്കിൽ തുടർ ചികിത്സകൾക്ക് ബുദ്ധിമുട്ടുന്നവർ, അതല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് മെഡിസിൻ ആവശ്യമായിട്ട് വരുന്നവർ, ഇവരെല്ലാം തന്നെ കൃത്യമായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ ആശുപത്രിയിൽ ഈ കാര്യങ്ങൾ അറിയിച്ചാൽ മതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ വെക്കാനാണ്. അതിനുവേണ്ടിയുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് നൽകണമെന്ന് പറഞ്ഞാൽ രോഗിയുടെ വിവരങ്ങൾ, മറ്റ് തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എസ്റ്റിമേറ്റ്, ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് ഉൾപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്ത് നൽകും. ആശുപത്രിയുടെ സൈൻ, സീല് പോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഉണ്ടായിരിക്കുകയും വേണം. പിന്നെ നമ്മളുടെ ഒരു വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ റേഷൻ കാർഡ്, ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സഹായം ലഭിക്കുക. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇനി ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ, അതോടൊപ്പം തന്നെ ഇമെയിൽ ID, ഇതെല്ലാം നമുക്ക് ആവശ്യമാണെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കൊക്കെ വിധേയരാവുകയാണെങ്കിൽ 3 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും. നമ്മുടെ വീടുകളിൽ നിന്നും അപകടത്തിൽ മരണമടഞ്ഞവരുണ്ടെങ്കിൽ FIR റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ മരണ സർട്ടിഫിക്കറ്റ്, ഇവയുൾപ്പെടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെയൊക്കെ നമ്മളുടെ കുടുംബത്തിന് സഹായമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ മുൻപ് പറഞ്ഞ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ, സർജറിക്ക് വിധേയരാകുന്നവർ, അങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥകളിലേക്ക് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ നമ്മൾ കൊടുക്കുന്ന എസ്റ്റിമേറ്റിന് ആനുപാതികമായിട്ടൊരു സഹായമായിരിക്കും. 5000, 10000, 20000, 25,000 എല്ലാം ലഭിക്കുന്ന വ്യക്തികൾ നമ്മളുടെ ഇടയിലുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കൽ ധനസഹായം അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അപേക്ഷ വയ്ക്കാൻ പാടുള്ളതല്ല. എങ്കിൽ പോലും ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ, അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗികൾക്കും ഹൃദ്രോഗികൾക്കുമെല്ലാം 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ്, അതിനുശേഷം വീണ്ടും അപേക്ഷകൾ വയ്ക്കുകയും സാമ്പത്തിക സഹായം വാങ്ങുകയും ചെയ്യാം. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമ്മളുടെ ഫോണിലേക്ക് അറിയിപ്പുകൾ എത്തും. അത് ട്രാക്ക് ചെയ്യാൻ ഒരു ID ഉണ്ടാകും. ആ ID ഉപയോഗിച്ച് അപേക്ഷയുടെ തൽസ്ഥിതിയെല്ലാം നമുക്ക് അറിയുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ മാത്രമല്ല, നമ്മളുടെ വീടുകൾക്ക് പ്രകൃതിക്ഷോഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. cmo.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. റവന്യൂ വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. സുതാര്യമായിട്ടുള്ള പണമിടപാടുകളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അർഹതയുള്ള എല്ലാവർക്കും, അപേക്ഷകൾ വെച്ച എല്ലാവർക്കും അപ്രൂവ് ആയെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം അത് ഓരോ മാസങ്ങളിലും ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഇതിന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.